എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇഫ ചിക്കൻ. അപ്പോൾ നല്ല ക്രീമി സോസോട് കൂടിയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ഈ ഇഫ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 പ്രോസസ്സാണ് വരുന്നത്. ചിക്കൻ മാഗ്നേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആണ് പിന്നെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് സോസ് തയ്യാറാക്കുന്നതാണ്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ദുബായിലൊക്കെ വൈറലായിരിക്കുന്ന ഇഫ ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചിക്കൻ്റെ 2 ലെഗ് പീസും അതുപോലെ ബ്രസ്റ്റ് പീസും ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് വരഞ്ഞെടുക്കാം. ലെഗ് പീസ് ഈ ഒരു നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിന് മസാലയൊക്കെ നന്നായി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വരച്ച് വയ്ക്കാം. ഇതുപോലെ എല്ലാ പീസിലും ഒന്ന് വരയിടാം. അതുപോലെ തന്നെ ബ്രസ്റ്റ് പീസും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. അതിനെന്താ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഒട്ടും വെള്ളം ചേരാത്ത കട്ട തൈരാണ്. പിന്നെ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ മസാലയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് വേറെ ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ലെമൺ ജ്യൂസും തൈരിലും തന്നെ ഇത് നന്നായി ഒന്ന് മിക്സായി കിട്ടും. എന്താ നമ്മുടെ മസാലയൊക്കെ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ഒന്ന് വരച്ച ശേഷം പിന്നെ ഇതുപോലെ ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ പീസും ഒന്ന് കുത്തി കൊടുക്കാം. അങ്ങനെ 4 പീസും ഇതുപോലെ ഫോർക്ക് വെച്ചൊന്ന് കുത്തിയ ശേഷമാണ് മസാല പുരട്ടി വയ്ക്കുന്നത്. അങ്ങനെത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെക്കുന്നത്. ഒരു ക്ലീൻ റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത ശേഷം ഓവർനൈറ്റ് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അങ്ങനെത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ ഫ്രിഡ്ജിലേക്കാണ് മാറ്റുന്നത്. അങ്ങനെ നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഒരു 1/2 മണിക്കൂർ നേരം തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനിയിപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ പറ്റാത്തവർ ഒരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിലാണ് ചിക്കനിലേക്കൊക്കെ മസാല നന്നായി പിടിക്കുകയുള്ളൂ. രണ്ടാമത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കാം. അങ്ങനെ ബട്ടർ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ കംപ്ലീറ്റ് മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനകത്ത് ഞാൻ 4 പീസ് ചിക്കനും ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി സ്ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 15 മിനിറ്റ് നേരമൊക്കെയാണ് നമുക്ക് ഈ ഫ്രൈയിങ് ടൈമായിട്ട് വരുന്നത്. അതിനകത്ത് ചിക്കനൊക്കെ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം സൈഡിൽ നിന്നൊക്കെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ തോട് കളഞ്ഞ ശേഷം വൈറ്റ് പാർട്ടാണ് ഈ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പാലാണ്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പാണ് ചേർക്കേണ്ടത്. മുട്ടയിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് കൂടുതൽ ചേർക്കാൻ പാടില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ഒരു 2 സ്ലൈസ് ചീസ് ചേർക്കുന്നുണ്ട്, 2 സ്ലൈസ്. ഇനി നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. അതിനകത്ത് ഒരു വശം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കനൊന്ന് തിരിച്ചിടാം. അങ്ങനെ
എന്താ നമ്മുടെ സോസൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇഫ ചിക്കൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ചീസ് മയണൈസ്. ഇതാണ് ഇഫ ചിക്കന് ടേസ്റ്റ് നൽകുന്നത്. ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ നന്നായി വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അതിനുശേഷം ഈ ഒരു രീതിയിൽ എണ്ണ മാത്രം തെളിഞ്ഞാണ് കിട്ടുന്നത്. ഇനി ഇരുവശവും ഫ്രൈ ആവുന്നവരെയാണ് തിരിച്ച് മറിച്ച് വെക്കുന്ന ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ചിക്കൻ്റെ ഇരുവശവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഈ ക്രീമി മയണൈസ് അതിലേക്ക് ചേർക്കേണ്ടത്. ചിക്കൻ്റെ മുകളിലേക്കാണ് ഇതെല്ലാം ചേർക്കേണ്ടത്. അങ്ങനെ ചിക്കൻ്റെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ക്രീമി മയണൈസ് ചേർക്കേണ്ടത്. ഇഫ ചിക്കൻ്റെ ടേസ്റ്റ് നൽകുന്നത് ഈ ക്രീമി മയണൈസാണ്. അങ്ങനെ ക്രീമി മയണൈസൊക്കെ ചേർത്ത ശേഷം 1 മിനിറ്റ് നേരം ഒന്ന് സ്ലോ ഫ്ലെയിമിലൊന്ന് വെക്കുക. കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല. അതിനെന്താ 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനത് ഇഫ ചിക്കനെ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് എണ്ണയാണ് ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് അല്പം മല്ലിയിലയാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. അങ്ങനെ എന്താ ദുബായിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കനാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഇഫ ചിക്കൻ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.